السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. റഹ്മാനായ റബ്ബ് പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ഒക്കെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് വെച്ച് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നാളെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരമലായി അള്ളാഹു കബൂലാക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ അവൻ വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് തനിക്ക് സ്വന്തം നിലക്കുള്ള ഒരു ജീവിതം ഒരിക്കലും പരിശുദ്ധ ദീൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബന്ധങ്ങളിലായിട്ടാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധം, പിതാവും മാതാവും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ മക്കളുമായുള്ള ബന്ധം, കുടുംബപരമായിട്ടുള്ള ബന്ധം, വിവാഹപരമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരാളെ ആശ്രയിക്കാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ബന്ധങ്ങൾക്ക് വലിയ വിലയാണ് പരിശുദ്ധ ദീൻ നൽകിയിരിക്കുന്നത്. ആ ബന്ധങ്ങൾക്ക് തകർച്ചയുണ്ടാക്കുന്നതും കേടുപാടുകൾ ഉണ്ടാക്കി തീർക്കുന്നതുമായ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പരിശുദ്ധ ദീൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സിഹർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മാരണം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു മൂബിഖാത്തായി മാറാനുള്ള കാരണമായി പരിശുദ്ധ ഖുർആൻ അടക്കം സൂചിപ്പിച്ചത് മായുഫരിഖു ബൈനൽ മർഇ വ സൗജി, ഒരാളുടെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്നത്, അതായത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു എന്നതാണ്. അതൊക്കെ വലിയ പാതകമായിട്ട് കണക്കാക്കാൻ പരിശുദ്ധ ദീൻ ഹേതുവായി കാണുന്ന കാര്യം. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്കിടയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് നമീമത്ത് എന്ന് പറയുന്ന, നമ്മളൊക്കെ ലാഘവത്തോടു കൂടിയും അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം പലപ്പോഴും ഉൾക്കൊള്ളാത്ത രീതിയിൽ പലരിൽ നിന്നും വന്നു പോകുന്ന നമീമത്ത് എന്ന് പറഞ്ഞാൽ ഏഷണി. എന്താണ് ഏഷണി എന്ന് പറഞ്ഞാൽ? മഹാനായിരിക്കുന്ന ഇമാം നവവി തങ്ങൾ പറയുന്നത് നഖലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദിൻ അലാ ജിഹത്തിൽ ഇഫ്സാദ്, പ്രശ്നം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇഫ്സാദിന്റെ മാർഗത്തിലൂടെ. പ്രശ്നം ഉണ്ടാക്കുക പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കണം, ആളുകൾക്ക് തമ്മിൽ അവർക്കിടയിൽ തെറ്റുകൾ ഉണ്ടാക്കി തീർക്കണം. ഈ രീതിയിൽ ഇഫ്സാദിന്റെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള മാർഗത്തിലൂടെ ഒരാളുടെ വർത്താനം വേറൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇജി ഇവിടെ അങ്ങനെ കുത്തിരുന്നു, എന്നെ അങ്ങാടിയിൽ എന്തൊക്കെയാണ് ഒരു പറയണത്. ഇങ്ങനെ ഇവൊന്നും ഉണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ പ്രശ്നമില്ലാതായി പോകും. പ്രശ്നം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ ഇതിനെ തുടർന്ന് വലിയ പ്രശ്നം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം ഇഫ്സാദ് ഉണ്ടാക്കുക, ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരാളുടെ സംസാരം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമീമത്ത് എന്ന് പറയാം. അത് പല രീതിയിലാകാം. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കടന്നുവരവോടുകൂടി ഇത് പല രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ സംസാരം പല ഫോർവേഡിങ്ങിലോ ഒരൊറ്റ ക്ലിക്കിലോ അല്ലെങ്കിൽ ഒരൊറ്റ ചിഹ്നമിടലോടുകൂടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള നമീമത്തിന്റെ പങ്കാളികളായി നമ്മൾ മാറും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വളരെ നിശിതമായി വിമർശിച്ച ഒരു തെറ്റാണത്. കുത്തുവാക്ക് പറയുന്നവരും ഏഷണിയുമായി നടക്കുന്നവരുമായ എന്ന് പരിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കുന്നുണ്ട്. കുത്തി ഇങ്ങനെ പറയാം. എന്നാ പറയുമ്പോൾ ഓനല്ല, പക്ഷേ ഓനെങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പറയാം. എന്നാൽ ഓർക്ക് കേൾക്കുന്നവർക്കും മനസ്സിലാകും, ഈ പറയുന്നവർക്കും എൻ്റെ മനസ്സിൽ ഏതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലുണ്ടല്ലോ തോണ്ടി പറയുക, കുത്തി പറയുക. ഇത്തരത്തിലുള്ള ആളുകൾ, നമീമത്ത് ആയി നടക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ വളരെ ഗൗരവമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സദാസമയവും ബോധമുള്ളവനായിരിക്കണം. അവൻ ഓരോ വാക്കും അവന്റെ ഓരോ ചെയ്തിയും അനക്കവും അടക്കവും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം നമ്മൾ എപ്പോഴും ഓതാറുള്ള ആയത്താണ്. നമ്മുടെ ഓരോ വാക്കും, നമ്മൾ മൊഴിയുന്ന ഓരോ വാക്കുകളും മഹാരഥന്മാരായ റഖീബ് അതീദ് അലൈഹിസ്സലാം അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ നമുക്കെന്തെങ്കിലും കാര്യമാണ് എന്നുണ്ടെങ്കിൽ പോലും
അത് ഫസാദ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് മാറും എന്നുള്ള ചിന്ത നമുക്കുണ്ട് എങ്കിൽ അതിൽ നമ്മൾ ഒരിക്കലും ഭാഗവാക്കാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫലാ ഉഖ്ബിറുകും ബിശിറാരികും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ ആരാന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. ഏറ്റവും ചീപ്പായിട്ടുള്ള ആളുകൾ, ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ. സുഹാബികൾ പറഞ്ഞു, ബല, അതേ റസൂലെ പറഞ്ഞു തരൂ. അൽ മശാഊന ബിൻ നമീമ, നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളുകൾ. ഇവിടെ അങ്ങനെ പോയിട്ട് ഓല പ്രശ്നങ്ങൾ അവിടെ പറയാം, അങ്ങാടിയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പള്ളിക്ക് കുത്തിരുന്നിട്ട് തന്നെ ഓല കുട്ടികൾ അവരങ്ങനെ ഓരോ അഭിപ്രായം അങ്ങനെയൊക്കെയാണ് തരേ. ഇന്ന് പറയാത്ത ഈ സാധു ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അറിയാതെ അങ്ങനെ ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷെ അത് ഇവിടെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചില ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഓർക്കോട് പറഞ്ഞിട്ട് ഓരൊക്കെ എത്തിച്ചാലേ ഓർക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് ഒരു രീതിയിലാക്കിയാലേ ചില ആൾക്കാർക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും, നമ്മൾ ആരെയല്ലേ പറയണത്, നമ്മൾ ഓരോരുത്തരും നമ്മൾ വിചാരപ്പെടും അങ്ങനത്തെ ഒരു സ്വഭാവം എന്നിലുണ്ട് എങ്കിൽ നമ്മൾ വളരെ ഗൗരവമായി അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സ്നേഹജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ. സ്നേഹജനങ്ങൾ കൂട്ടുകാരാകാം, കുടുംബങ്ങളാകാം, അയൽവാസികളാകാം. ഇവർക്കിടയിൽ അഹിബ്ബ എന്ന് പറഞ്ഞാൽ സ്നേഹജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ, അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ ആളുകൾ. നിഷ്കളങ്കരും നിരപരാധികളുമായിരിക്കുന്ന ആളുകളെ അവരെ തെറ്റുകൾ കൊണ്ട് അവരെന്ത് ചെയ്യുക, അവിടെ എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ആളുകളെ തെറ്റിദ്ധാരണകൾക്ക് ആളുകൾക്കിടയിൽ പരത്തി അയാളെ കളങ്കിതനാക്കി മാറ്റാനുള്ള ശ്രമം. ഇതൊക്കെ നിങ്ങൾക്കിടയിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ സ്വഭാവമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി പറയാണ്. സാധു ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അത് മനുഷ്യന്മാരുടെ നമുക്കൊരു പ്രശ്നമാണ്. അത് നമ്മൾ ഉദ്ദേശിച്ചതൊന്നേ, കാരണം നമ്മൾ ചെയ്തത് ചിലപ്പോൾ അയാളോട് നേരിട്ട് പോയിട്ട് സംഭവം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ, ഉദാഹരണം പറയാം, എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്തു, ഉദാഹരണം പറയാം, നിസ്കാരത്തിൽ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും എന്താ ഇരിക്കാൻ അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്. ഉദാഹരണം പറയാണ്, ഒരു പ്രത്യേക രീതിയിലാണ് അയാൾ ഇരിക്കുന്നത് നിസ്കാരത്തിൽ. അപ്പോൾ ഇത് കണ്ടു, എന്താ ഇപ്പോൾ അയാൾ ഇത്ര തലയെ കെട്ടിയ മൂല്യരായിട്ടും അല്ലെങ്കിൽ ഇത്ര വലിയ കാര്യപ്പെട്ട ആളായിട്ട് എന്താ ഇങ്ങനെ ഇപ്പോൾ നിസ്കരിക്കുക. അതാ സാധുവിനോട് എന്തെങ്കിലും ഇങ്ങനെ നിസ്കരിക്കുക, നേരിട്ട് പോയി ചോദിച്ച് ആ സംഭവം വിശദീകരണം തേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഉഴുതിലുണ്ടാവും, ചിലപ്പോൾ കാലം ഒരു മുറിയുണ്ട്, അതെനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇത് വേറൊരാൾ പോയി പറയും, എന്താ മുപ്പര് നിസ്കാരം അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ കുറ്റങ്ങൾ, അഹിബ്ബകൾക്കിടയിൽ നിരപരാധികളായ ആളുകളുടെയൊക്കെ കുറ്റങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പറഞ്ഞുകൊണ്ട് അവർ തെറ്റായി ചിത്രീകരിക്കുകയും അവർക്ക് മോശത്തരം ഉണ്ടാക്കി തീർക്കുന്ന ആളുകളുമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരായ ആളുകളെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ ഗൗരവമായിട്ടാണ് ഈ വിധിയൊക്കെ മഹാന്മാർ കണ്ടിരിക്കുന്നത്. മഹാനായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ കദിബു ദുല്ലുൻ, കളവ് എന്ന് പറയുന്നത് അപമാനമാണ്. ഒരാൾ കളവ് പറയാനത് അവനെ തൊട്ടും അവൻ ആരെ തൊട്ടാണ് പറഞ്ഞത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വൻ നമീമത്തു ലുഉമുൻ, ഏഷണി എന്ന് പറയുന്നത് ആക്ഷേപമാണ്, മറ്റൊരാളെ ആക്ഷേപിക്കലാണ്. ഫമൻ കദബ, ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫജറ, അവൻ അതിക്രമം ചെയ്തു, അവൻ തമ്മാടി. അതൊക്കെ തമ്മാടികൾക്കേ കളവ് പറയാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൽ ഫുജൂരിയത്തുള്ള തമ്മാടിത്തരമുള്ള ആളുകൾക്ക് അറിഞ്ഞുകൊണ്ട് കളവ് പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി പറയാണ് വമൻ നമ്മ സഹറ, ആരെങ്കിലും ഏഷണി പറഞ്ഞാൽ അവൻ മാരണം ചെയ്തതുപോലെയാണ്, അല്ലെങ്കിൽ സിഹിർ ചെയ്തവനെ പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സിഹിറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അല്ലെ, ഒരാളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുക, അയൽവാസികൾ പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റവന്റെ തൊടു പോയി കുഴിച്ചിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. ഈ രീതിയിലൊക്കെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പിക്കുക എന്നതാണ് സിഹിറിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത്. അത് ഏതുകൊണ്ടും ഉണ്ടാകുന്നു, നമ്മുടെ നാവ് കൊണ്ട്, നമീമത്ത് കൊണ്ടും ഉണ്ടാകുന്നു. അതുകൊണ്ട് സിഹിറിന്റെ ഗണത്തിൽപ്പെടുത്തിയാണ് പല മഹാന്മാരും നമീമത്തിനെ എണ്ണിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇബ്ലീസ് എല്ലാ ദിവസവും അവന്റെ അനുചരനെ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവരോടും ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തത്. അപ്പോൾ ഒരാൾ പറയും, ഒരാളെന്ന് ഞാൻ തഹജ്ജുദ് നീച്ചാനയച്ചിട്ട് ഓനെ ഞാൻ ഉറക്കി കടത്തി. അപ്പോൾ മറ്റൊരാൾ പറയും, ഓനിന്ന് സുബ്ഹി ഖളാ ആണ്. അല്ല വേറൊരാൾ പറയും, അവരിന്ന് നോമ്പായിരുന്നു, പക്ഷെ ഓനെ ഞാൻ കൊണ്ട് ഹറാം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ തെറ്റുകൾ ഇങ്ങനെ ഇബ്ലീസിന്റെ മുമ്പിൽ ഇങ്ങനെ പറയും, ഒരു അവലോകന യോഗം ഇങ്ങനെ നടത്തുമെന്നാണ്. അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ പറയുന്നതാണ്, ഞാൻ ഇന്ന് സ്നേഹത്തിൽ കഴിയുന്ന രണ്ടു പേർക്കിടയിൽ ഞാൻ വേർപ്പെടുത്തപ്പെട്ടു, അല്ലെങ്കിൽ അതിനുള്ള കാരണം ഞാൻ ഉണ്ടാക്കി, അവർക്ക് മനസ്സിന്റെ ഇടയിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ശത്രുത ഞാൻ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ ഇബ്ലീസ് അംഗീകരിച്ചോളൂ, ഇയാണ് ഉഷാറായത്, ഇയാണ് ഉഷാറക്കാരൻ, ഇയാണ് എൻ്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അംഗീകരിക്കുമെന്നാണ്. അതേ പ്രകാരം തന്നെയാണ് നേരെ തിരിച്ചും
അകന്നു നിൽക്കുന്ന ആളുകൾക്കിടയിൽ മനസ്സിൽ ഐക്യമുണ്ടാക്കുക എന്നതിനേക്കാൾ വലിയ നേട്ടമല്ലല്ലോ. അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് പരിശുദ്ധ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. കളവ് പോലും അനുവദനീയവും നിർബന്ധവുമായ ഘട്ടങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത്തരത്തിലും ആളുകൾക്കിടയിൽ മനസ്സിൽ ഐക്യം ഉണ്ടാക്കാനാണെങ്കിൽ കളവ് വരെ പറയാം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കുക, സ്നേഹം, ഒത്തൊരുമ, പരസ്പര സഹാനുഭൂതി, അനുകമ്പ, ഇതൊക്കെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖമുദ്ര. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ശ്രമിക്കേണ്ടതും. അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ എന്നുള്ളതാണ്. മഹാനായിരിക്കുന്ന ഹർമാർ പറയുന്നത് അന്നമീമത്തു നൗമിൻ അൻവാഇ സിഹർ. നമീമത്ത്, ഏഷണി എന്ന് പറയുന്നത് അത് സിഹറിന്റെ ഗണത്തിൽപ്പെട്ട ഒരു ഗണമാണ്. കാരണം സിഹർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാക്കാൻ കഴിയും, നമീമത്ത് കൊണ്ടുണ്ടാക്കാൻ കഴിയും. സിഹർ കൊണ്ടെന്താ ഉണ്ടാക്കുക? നമ്മൾ പറഞ്ഞത് ആളുകൾക്കിടയിൽ വേർപിരിക്കാൻ കഴിയും. നമീമത്ത് കൊണ്ടും ഏഷണി കൊണ്ടും ഇവന്റെ കുറ്റം അവിടെ പറഞ്ഞ് അവന്റെ കുറ്റം ഇവിടെ പറഞ്ഞ് നാട്ടിലൊക്കെ പരത്തി പാട്ടാക്കുന്ന അത്തരം ടൈപ്പ് ആളുകളെ സംബന്ധിച്ചിടത്തോളം സിഹർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതേ ഗണത്തിൽപ്പെട്ടും സിഹറിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, സബഉൽ മൂബിഖാത്തിൽപ്പെട്ട വൻ പാപമാണ്. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വൻ പാപത്തിൽപ്പെട്ട ഒരു പാപമായി നമീമത്ത് മാറുകയാണ്. കാരണം ഖുലൂബുകൾക്കിടയിൽ, ഹൃദയങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ആളുകൾ, ചില ആളുകൾ ഉണ്ടാവും. ഓരോ നാട്ടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നക്കാരൻ അവിടെ അതുണ്ടാവും. ചില ആളുകൾ, ചില മരുമക്കൾ, അല്ലെങ്കിൽ നമ്മൾ ആരെയും അടിച്ചാക്ഷേപിക്കല്ല, ചില ആളുകൾ അവർ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ചില മൂല്യമാരെന്നെ അങ്ങനെ പറയാലോ മഹല്ലുകളിലേക്ക് കടന്നു വന്നാൽ മഹല്ല് വിഭാഗമാകുന്നു, രണ്ട് വിഭാഗമായി മാറുന്നു. അല്ലെങ്കിൽ ചില സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ ചില മേഖലയിലേക്ക് കടന്നു വന്നാൽ, ഒരു സ്ഥാപനമാണെങ്കിലും ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവിടേക്ക് ഒരാൾ കടന്നു വന്നാൽ അവിടെ പിന്നെ വിഭാഗീയത, ആളുകൾക്കിടയിൽ തേറ്റ് വെറുക്കുക, അത് പൈശാചികമായിരിക്കുന്ന ഇടപെടലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആളുകൾക്കിടയിൽ തഫ്രീഖ് ഉണ്ടാകുന്ന, ഏറ്റവും പെട്ടെന്ന് നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ശരീഅത്തിനെതിരാകാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള കോംപ്രമൈസ് നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തു എന്ന് കരുതിയിട്ട് എന്താണ് പ്രശ്നം? അത്തരത്തിലുള്ള സംഭവം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പൈശാചികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ എന്നിട്ട് പറയാണ് മഹാന്മാരെ, അതുകൊണ്ട് തന്നെ സിഹിറിന് പറയപ്പെട്ട എന്തൊക്കെ വലിയ തെറ്റുകുറ്റങ്ങൾ, എന്തൊക്കെ ആക്ഷേപങ്ങൾ സിഹിർ ചെയ്യുന്നവരുണ്ടോ ആ ആക്ഷേപങ്ങളൊക്കെ നമീമത്ത് പറയുന്ന ആളുകൾക്കും വന്നു ചേരും എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ കുത്തുവാക്കുകൾ പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവിധ നാശവും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവൻ എന്താകുന്നു, അവന്റെ മെയിൻ ഹോബി എന്തായിരിക്കും? പണം സമ്പാദിക്കുക, അതിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരക്കാരായ ആളുകളെ ആക്ഷേപിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന സ്വഭാവം അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത്തരത്തിലൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനും നമ്മുടെ ഈമാനികമായ വഴി എന്ന് പറയുന്നത് അവർക്കിടയിൽ മനസ്സിൽ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഒരിക്കൽ അവിടുന്ന് ഒരു ഖബറിന്റെ, രണ്ട് ഖബറിന്റെ അടുക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ഇന്നഹുമാ യുഅദ്ദബാനി മാ യുഅദ്ദബാനി ഫീ ഖബീരി, അല്ലെ, രണ്ടുപേരിങ്ങനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായി റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകൾ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. മാ യുഅദ്ദബാനി ഫീ ഖബീരി, അവർ വലിയോ എന്തോ ഒരു പാതകം ചെയ്തിട്ടൊന്നുമല്ല അവരെ ശിക്ഷിക്കപ്പെടുന്നത്, പിന്നെന്തിനാണ്? അമ്മാ ഹാദ, എന്നിട്ട് റസൂൽ ഒരു ഖബറിനെ ചൂണ്ടിക്കൊടുത്ത് പറയുകയാണ്, അപ്പൊ ഇയാൾ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഫകാന ലാ യസ്തൻസിഹു മിനൽ ബൗലി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മൂത്രമൊഴിക്കുമ്പോൾ പരിപൂർണമായി ശുദ്ധിയാക്കാതെ അയാൾ മൂത്രമൊഴിക്കുന്നിടത്ത് എഴുന്നേൽക്കുമായിരുന്നു. അതാണ് അയാളുടെ പ്രശ്നം, മനസ്സിലായില്ലേ? മൂത്രമൊഴിക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ പരിപൂർണമായി ഇസ്തിബ്റാ എന്നൊക്കെ നമ്മൾ പറയും, എല്ലാതും പരിപൂർണമായിട്ട് നമ്മുടെ മൂത്രമൊക്കെ, അതിന് രോഗമുള്ള ആളുകളുടെ മൂത്രമാർച്ചക്കാരായ ആളുകൾ അവർക്ക് ഇളവുണ്ട്. അതല്ലാത്ത ആളുകൾ പെട്ടെന്ന് മൂത്രമൊഴിക്കണത് പെട്ടെന്ന് കഴുകി ശുദ്ധീകരിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ശിക്ഷിക്കപ്പെടും. അതാണ് ഒരാളുടെ കാര്യം. അതായത് യഥാർത്ഥത്തിലുള്ള ശുദ്ധി അയാൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുകയില്ല. ആ ശുദ്ധി ഇല്ലെങ്കിൽ എന്താ, നിസ്കാരം യഥാവിധി ശരിയാവുകയില്ല, അല്ലെ? മൂത്രം നമുക്ക് ഭൂമിക്ക് കൊടുക്കേണ്ടതാണ്, അല്ലെ? അതായത് മൂത്രം എന്ന് പറയും, മൂത്രം കാഷ്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭൂമിയിൽ ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കേണ്ടപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഖബറിലാണ് നമ്മൾ ചെല്ലുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നം അത് തിരിച്ചുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മൂത്രം യഥാർത്ഥത്തിൽ അയാൾ ശുദ്ധീകരിക്കാറില്ലായിരുന്നു.
മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ഫകാന യംശി ബിൻ നമീമത്തി, അയാൾ നമീമത്ത് പറഞ്ഞ് ഇത്തരത്തിൽ നടക്കുന്ന, നാട്ടിലൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഭയങ്കര പ്രശ്നം, അയാളെയും കൊണ്ട് എല്ലാവർക്കും ഇടങ്ങേറ്, അയാളോട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഒരു ഇത്, ഇത്തരത്തിൽ അയാളെ പേടിച്ചുകൊണ്ട് പലതും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഈ രീതിയിലൊക്കെ ഷെറിന്റെ ഭാഗത്തിലൂടെ കേട്ടോ. ഞാൻ ചില ആൾക്കാരുണ്ടാവും അങ്ങനെ, ഏത് തിന്മ കണ്ട എന്തായാലും നോക്കി പറയും, അപ്പൊ അയാളെ പേടിച്ചിട്ട് അങ്ങനെയല്ല അറിയണം. അങ്ങനെ ആൾക്കാരുണ്ടാകും. അത് നമ്മുടെ അടുത്തുള്ള കുഴപ്പമാണ്. നന്മ കണ്ട തിന്മക്ക് എതിരെ, ദീനിനെതിരായ എന്ത് കണ്ടു കഴിഞ്ഞാലും അപ്പൊ തുറന്നു പറയും. അങ്ങനത്തെ ആളുകളല്ല പറയണത്. ഇയാളെ തിന്മയുടെ മാർഗത്തിലൂടെ എന്തെങ്കിലുമൊക്കെ കുറ്റം കുറവും ഇങ്ങനെ കണ്ടുപിടിച്ച് നെഗറ്റീവ്, എത്ര നമ്മൾ ഇതുവരെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു ഫാൾട്ട്, എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതുമാണ് പിടിച്ചിട്ട് പിന്നെ അതുമാണ് പ്രശ്നമാക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയാണ്, വളരെ ഗൗരവമാണത്. ആളുകളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊരു മനുഷ്യ പ്രകൃതമാണ്. നമ്മൾ എത്ര നല്ലത് ചെയ്താലും 10-20 കൊല്ലം നല്ല രീതിയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാൾട്ട്, ആ ഫാൾട്ട് കാണാനായിരിക്കും മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതം എന്ന നിലക്ക് അതിന് പ്രാധാന്യം ഉണ്ടാകുക. അതുവരെ ചെയ്ത് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ വിസ്മരിക്കപ്പെടുന്ന ഒരു പ്രകൃതി. അപ്പോൾ വിശ്വാസികൾ ഇത്തരത്തിലായിക്കൂടാ എന്നുള്ളതാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ നിർത്തുകയാണ്, പറയുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അതദ്റൂന മൽ മുഫ്ലിസു, ആരാണ് പാപ്പരായ ആൾ? പാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറയാം, തൻ്റെ സമ്പാദ്യത്തെക്കാൾ കൂടുതൽ ബാധ്യതകളുള്ള ആളെയാണ് പൊതുവെ നമ്മൾ പാപ്പരാകുക എന്ന് പറയും. റസൂലുള്ള സ്വഹാബികളോട് ചോദിച്ചു, ആരാണ് യഥാർത്ഥ പാപ്പരായ ആളെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാഅ. സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പർ എന്ന് പറഞ്ഞാൽ ഒന്റെ കയ്യിൽ പൈസയില്ല, സരക്കൂല്ല, ഒന്നുമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ സ്വാഭാവികമായിട്ടും പാപ്പർ എന്ന് പറയാറുള്ളത്. അപ്പൊ റസൂൽ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അയാൾ ഖിയാമത്ത് നാളിൽ വരും. എന്തുകൊണ്ടാ വരിക? കൊണ്ടമാന നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, അങ്ങനെ വരും. ശതമഹാദ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ വരും, ഇവന്റെ ചീത്ത വരച്ചിട്ടുണ്ട്, അപ്പൊ ഇവന്റെ നിസ്കാരം എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ ഇവന്റെ കയ്യിലുള്ളതൊക്കെ എന്ത് ചെയ്യാ? നാട്ടുകാർക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കാൻ ഖിയാമത്ത് നാളിൽ അയാൾക്ക് ഒഴിവുണ്ടാവുകയുള്ളൂ. അത് ശതമഹാദ, ഇയാൾ ചീത്ത പറഞ്ഞിരിക്കുന്നു. അപ്പൊ കലഫഹാദ, ഇയാളെ ആരോപണം, വ്യഭിചാരോപണം നടത്തിയിരിക്കുന്നു. അക്രമാലഹാദ, ഇയാളുടെ സമ്പത്ത് അനർത്ഥത്തിൽ അല്ലെങ്കിൽ അവകാശമില്ലാതെ പിടിച്ചു വാങ്ങിയിരിക്കുന്നു. ഇയാളുടെ രക്തം ചിന്തിയിരിക്കുന്നു. ഇയാൾ അടിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു ഇയാൾ വലിയ അമലിന്റെ കൂമ്പാരായിട്ട് വന്നതാണ്. ചില ബിസിനസ്സുകാർ, ചില കായിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ബിസിനസ് ഒക്കെ കാരം, പക്ഷേ പെരും കടത്തിലേക്കാരം, ലക്ഷങ്ങൾ കടത്തിലേക്കാരം. മനസ്സിലായല്ലോ? അതാണ് പാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പുറങ്ങനെ കുറെ സ്വലാത്ത് നിസ്കാരങ്ങൾ ഇങ്ങനല്ല ആ മുഫ്ലിസ്. എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞത് ഇമാതിരി വലിയ ഭാണ്ഡവുമായിട്ട് ആൾ വരും, എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിരിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും? ഹാദാമിൻ ഹസനാത്തിഹി, ഇതൊക്കെ അവന്റെ ഹസനാത്തുകളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ അത് തീരുമല്ലോ. അങ്ങനെ തീരു കഴിഞ്ഞാലോ, വേറെ ഹദീസിൽ പറയുന്നുണ്ട്, അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് ഒന്നുമില്ല, പിന്നെന്താ ഉള്ളത്? അപ്പൊ പിന്നെ മറ്റവർക്ക് നീതി വേണ്ടേ? ഇവനെ ആക്രമിച്ച ആളുകൾക്ക് നീതി വേണ്ടേ? അപ്പോൾ അവരുടെ തിന്മകളൊക്കെ ഇട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ടിട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ പാപ്പരാകുന്ന ആളുകൾ ഗൗരവമായി ഈ വിഷയത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അറിയാതെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നാം പ്രത്യേകമായി പേടിക്കുകയും അതിനെ കാവൽ തേടുകയും വേണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാനസികമായ ഐക്യവും നമ്മുടെ ഈമാനികമായ ശക്തിയും നമുക്ക് വർദ്ധിപ്പിച്ച് ഇരു വീട്ടിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോടും പകയോ വിദ്വേഷമോ അസൂയയോ അഹംഭാവമോ ഒന്നുമില്ലാതെ സലീമായ ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം എന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷയുള്ളത് സലീമായ ഹൃദയത്തോടുകൂടി അവനെ കണ്ടുമുട്ടിയ ആളുകൾക്ക് മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ. ആ സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമീമത്ത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കളവ്, അസൂയ, ഇതൊക്കെ ഇല്ലാത്ത ഹൃദയത്തിനാണ് സലീമായ ഹൃദയം എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സലീമായ ഹൃദയം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയത്തിന്റെ അസുഖങ്ങളായ നമീമത്ത്, ഏഷണി, പരദൂഷണം, കളവ്, അസൂയ പോലെയുള്ള രോഗങ്ങൾ അല്ലാഹു അതിനെ തൊട്ടൊക്കെ നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.